ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ചിക്കൻ എടുത്ത് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കുക. അത് വേണ്ടേ ഈ സാധനം ചെറിയ പീസാണ്. കുറച്ച് ഉപ്പിട്ട് വേവിക്കുക. നോക്കണം ഇനി എത്ര എടുക്കണം. ഫുൾ ഉണ്ടേ. ബാക്കിയും കറിയാക്കാം. വന്നുണ്ടോ ചോര ഇരുന്നിട്ട്? അത് കട്ട് ചെയ്തിട്ടിടണേ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കുക. മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക്, ഇച്ചിരി വെള്ളം ഒഴിക്കും. തുള്ളി ഇട്ടാൽ മതി, വെള്ളം ഇറങ്ങാൻ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെയും വേവിക്കുക. ഇതാണ്ട് മേളിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെയും വേവിക്കുക. ആദ്യം തീ കൂട്ടി വെച്ച് വേണം വേവിക്കാൻ. മസാല തയ്യാറാക്കുന്നതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുന്നത് വരെയും വെയിറ്റ് ചെയ്യും. ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. നല്ല രുചിയുള്ള ഒരു ഡിന്നറാണ് ഇറച്ചിപ്പുട്ട്. എല്ലാവരും ചെയ്തു നോക്കണം. പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മൂപ്പിക്കുക. വെളുത്തുള്ളിയുടെ പച്ച നിറം മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. വഴന്നു വരുന്നതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക. കറി വെക്കണോ മോനെ? ഒരു ടേബിൾ സ്പൂൺ, അരയും കൂടി ഇടാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. വേവിക്കണ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. കുരുമുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ. ഇത്രയും ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം വഴറ്റി കൊടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇനി തീ ഓഫ് ചെയ്ത് വെക്കുക. ഒരു വിസിലിട്ട് വേവിച്ച് വെച്ച ഇറച്ചി ഇനി എല്ലാം കൂടി എടുത്ത് പൊടിച്ച് വെക്കുക. കൈ കൊണ്ട് പതുക്കെ പതുക്കെ പൊടിച്ചെടുക്കുക. നല്ലവണ്ണം കൈ കൊണ്ട് ഇങ്ങനെ പിരിപിരാന്നാക്കി പൊടിച്ചെടുക്കുക. ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. പൊടിച്ച് വെച്ച ചിക്കൻ ആദ്യമേ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. നല്ലവണ്ണം എല്ലാ സൈഡും എല്ലാ ഇറച്ചിയിലോട്ട് ആവുന്ന രീതിയിൽ തീ കുറച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക. ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി പുട്ടിനുള്ള മാവ് ഇതിൽ ഒരു 2.5 കപ്പ് മാവ് എടുക്കുക. ഇതിൽ 2.5 കപ്പ് മാവ് അളന്നെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് പുട്ടിനുള്ള മാവ്. സാധാരണ നമ്മൾ പുട്ടിന് കുഴക്കുന്നത് പോലെ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പരിവരാന്ന് കുഴച്ചതിന് ശേഷം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പിടിഞ്ഞു വന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെയ്തു വച്ചിരിക്കുന്ന മസാലയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ രണ്ടും കൂടി ഇട്ട് കുറച്ച് തേങ്ങയും ആവശ്യമാണ്. തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള തേങ്ങയും കൂടി ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇച്ചിരി തേങ്ങ ഇട്ട് കുറച്ച് മാവ് ഇട്ട്
ഇനി മസാല. പിന്നെയും മാവ്. മേളിലിടുക മസാല. കുറച്ച് വേണമെങ്കിൽ വെച്ചു. കുറച്ചുകൂടെ തിരിച്ചിടുമ്പോഴേ ഈ പൊടിഞ്ഞു പൊടിഞ്ഞെല്ലാം അല്ലെങ്കിൽ തേങ്ങ, കുറച്ച് തേങ്ങ മൂടി അടച്ചതിന് ശേഷം ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ച് അതിൻ്റെ ഉള്ളിൽ വിസിൽ വരുന്ന ഭാഗത്ത് ഇത് വെച്ച് 3 മിനിറ്റ് വെച്ചതിന് ശേഷം പുട്ട് റെഡി ആകുമ്പോൾ എടുക്കാം. ആയിട്ടുണ്ട്, നല്ലപോലെ ആവി വരുന്നുണ്ട്. സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റും. ഇറച്ചിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റുള്ള ഇറച്ചിപ്പുട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. അത് കൊച്ചുങ്ങൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിന്നറാണിത്.